നല്ല കോയമ്പത്തൂർ ബിരിയാണി കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇനി കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും വീഡിയോ ഒന്ന് കണ്ടോളി. ഹലോ അപ്പൊ നമ്മൾ ഇന്നൊരു ബിരിയാണി ഇന്നാൻ വേണ്ടി പോട്ടെ. അപ്പോൾ കൊടുക്കാന്നല്ല, ജസ്റ്റ് ഒന്ന് കോയമ്പത്തൂർ വരെ പോട്ടെ. അപ്പോൾ നമ്മൾ സ്പോട്ട് എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള ഷോപ്പിൽ തന്നെ നമ്മൾ വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഐറ്റം ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു ഫുൾ ചിക്കൻ ബിരിയാണി ഞാൻ ഓർഡർ ചെയ്തിരുന്നത്. ബിരിയാണി കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇതിന് ഡിഫറൻറ്റ് മനസ്സിലായില്ല. നമുക്ക് ഒരു പ്ലേറ്റിൽ ഇലയൊക്കെ വിരിച്ചിട്ട് അതിന്റെ മേലെ ഒരു പാത്രത്തിൽ സെപ്പറേറ്റ് ആയിട്ട് ബിരിയാണി കൊണ്ടുവന്ന് അങ്ങനെ ബിരിയാണി പ്ലേറ്റിൽ കിട്ടാണ്ട് അതിന്റെ മേലെ ഗ്രേവിയും കൂടി വെച്ചിട്ടൊന്ന് കൂട്ടി പിടിച്ച് കഴിച്ചു നോക്കിയിട്ട് ആഹാ സംഭവം ഇതെല്ലാം കൊള്ളാണ്. ഒരു ആവറേജ് ആയിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്ത്. പിന്നെ ബിരിയാണിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ റൈസ് ഒക്കെ വേറെ തന്നെ ടൈപ്പ് ആട്ടെ. പിന്നെ ടേസ്റ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പൈസി ആണോ ചോദിച്ചാണ് അല്ലേ ചോദിച്ചാൽ എല്ലാവരും ഫീൽ ആയിട്ട് എനിക്ക് കിട്ടി. പിന്നെ അതിനുശേഷം ഞാൻ ചിക്കൻ റൈസ് മാത്രം കൂട്ടി പിടിച്ച് കഴിച്ചു നോക്കിയിട്ട് എന്റെ പൊന്നിടാവ കീടിലെ സാധനം തന്നെ. സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ ഗ്രേവി കഴിച്ചാട്ടെ മുഞ്ചി പോയത്. നേരത്തെ ഗ്രേവി കഴിച്ചപ്പോൾ നമുക്ക് ബിരിയാണി ടേസ്റ്റ് കറക്റ്റ് ആയിട്ട് കിട്ടില്ല. പക്ഷെ ഗ്രേവി കഴിക്കാതെ ബിരിയാണി റൈസ് മാത്രം ഒന്ന് കൂട്ടി പിടിച്ച് കഴിച്ചപ്പോഴല്ലോ എന്റെ സാറേ ഒരു രക്ഷയില്ല കേട്ടോ, കീടിലെ ഐറ്റം തന്നെ. ഇവനോട് ബിരിയാണി എങ്ങനെ ചോദിച്ചപ്പോൾ കിട്ടിയ എക്സ്പ്രഷൻ നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ നമ്മൾ കൂടുതലുള്ള മറ്റാണെന്ന് ചോദിച്ചിട്ട് സംഭവം സെറ്റ് ആയെന്ന് മൂപ്പര് പറഞ്ഞിട്ട് മൂപ്പര് നമുക്ക് ട്രെയിനിൽ കിട്ടിയാട്ടാ. പിന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് 190 രൂപ. പിന്നെ 190 രൂപ ക്വാണ്ടിറ്റി ആയിട്ട് തോന്നിയില്ല. അപ്പൊ ശരി, ഇതുപോലെ നല്ല വീഡിയോസുകളെ കാണുന്നവരെ ബൈ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ.